നമസ്കാരം. നമസ്തേ. സൊറാവർ ഇന്ത്യ നിർമ്മിച്ച ഭാരം കുറഞ്ഞ ഒരു ടാങ്കാണ്. അപ്പം നമുക്കറിയാം, ആധുനിക രംഗത്ത് പിന്നെ ടാങ്കിന് അത്ര വലിയ ഇതില്ല എന്നുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടായിരിക്കാം ഇന്ത്യ ഈ ഇത്തരത്തിലുള്ള ഇപ്പോൾ ഒരു തരത്തിലുള്ള വീക്ഷണം ഈ പറഞ്ഞ പോലെ പർവ്വതങ്ങളിൽ കയറാനും കാര്യങ്ങൾക്കൊക്കെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ആവശ്യം വരും എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പം എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത? വരും കാലങ്ങളിൽ ഇതിൻ്റെ ഒരു ആവശ്യകത എന്തായിരിക്കും? ഇത് ഉണ്ടാക്കാനുള്ളൊരു കാരണം എന്താണ്? ലൈറ്റ് ടാങ്കുകൾ ഇന്ത്യക്ക് ആവശ്യമുണ്ട് എന്ന് ഇന്ത്യ തിരിച്ചറിയുന്നത് ചൈനയും ഇന്ത്യയും തമ്മിൽ ഉണ്ടായ ഗാൽവാൻ സംഘർഷ കാലഘട്ടത്തിലാണ്. ഉം. ഈ ഗാൽവാൻ സംഘർഷത്തില് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരിക്കലും പരസ്പരം ആയുധം ഉപയോഗിച്ച് വെടിവെക്കാറില്ല. പക്ഷേ ഈ ആയുധങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവും. അത് ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ആ സമയത്ത് ചൈനയുടെ ടൈപ്പ് 15 എന്ന ലൈറ്റ് ടാങ്ക് വലിയ രീതിയിൽ ചൈന അവിടെ വിന്യസിച്ചു. ഇത് പെട്ടെന്ന് ഇന്ത്യക്ക് പരിഭ്രാന്തരാക്കി ഇന്ത്യൻ സൈന്യത്തെ. ഈ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം അന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞു. അതായത് ഇന്ത്യയുടെ കൈവശമുള്ള ടാങ്കുകൾ മൂന്ന് തരത്തിലുള്ള ടാങ്കുകളാണ് നമുക്കുള്ളത്. T-72, T-90, അതുപോലെ തന്നെ അർജുൻ എന്ന് പറഞ്ഞ് തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ടാങ്ക്. ഈ T-72 ടാങ്ക് ആണ് ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും ഭാരം കുറഞ്ഞത്. T-72 പക്ഷേ 45 ടണ്ണിലധികം 47 ടണ്ണോളം ഭാരം വരും. ചൈനയുടെ ടൈപ്പ് 15 വെറും 35 ടൺ മാത്രമാണ്. അത് കുറച്ചുകൂടി അനായാസമായിട്ട് ഉയരങ്ങളിലേക്ക് കയറി വരാനും അതുപോലെ തന്നെ തിരിച്ച് പർവ്വതങ്ങളുടെ ഏതെങ്കിലും ഒരു ബേസിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാനും വെടിവെക്കാനും ഒക്കെയുള്ള അനായാസത ആ ടാങ്കിനുണ്ട്, ടൈപ്പ് 15. ഇത് നമ്മുടെ സൈനിക മേധാവികളെയും നമ്മുടെ ഭരണകൂടത്തെയും തന്നെ ഒന്ന് ചിന്തിപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ സൊറാവർ എന്ന ടാങ്ക്, ഒരു ലൈറ്റ് ടാങ്കിൻ്റെ ആവശ്യകതയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ഇപ്പോൾ ഫവസ് പറഞ്ഞ പോലെ ആധുനിക യുദ്ധമേഖലയിൽ രണ്ടാം ലോക മഹായുദ്ധത്തിലോ അല്ലെങ്കിൽ 1900 അതിനുശേഷമുള്ള ഒരു 70-കൾ 80-കൾ വരെയുള്ള ഇറാൻ ഇറാഖ് ആ 80-കളിലെ യുദ്ധകാലഘട്ടം വരെ ടാങ്കുകൾക്കുണ്ടായിരുന്ന പ്രസക്തി ഇന്നില്ല. ഇന്ന് ഡ്രോണുകൾ വന്നതോടുകൂടി പല ടാങ്കുകളും ഈ ഡ്രോണുകളുടെ മുമ്പിൽ ഈ സിറ്റിംഗ് ഡക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. അതായത് ഒരു നിഷ്പ്രഭമായി പോകും. ഒരു ഗ്യാസ് ലൈറ്റ് കത്തിച്ചിട്ട് അതിൻ്റെ വിളക്ക് മുന്നിൽ ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ആയിരിക്കും. അത് അർമീനിയ അസർബൈജാൻ തമ്മിലുള്ള യുദ്ധത്തിൽ, നൊഗോർണോ കറാബാക്ക് എന്ന് പറയുന്ന ആ യുദ്ധത്തിൽ, അവിടെ അർമീനിയയുടെ ടാങ്കുകൾ 200ഓളം ടാങ്കുകൾ നിസ്സാരമായി ഈ അസർബൈജാന്റെ ഫസ്റ്റ് പേഴ്സൺ FPV ഡ്രോണുകളും അതുപോലെ TB2 മെയിൽ ഡ്രോണുകളും ഒക്കെ കൂടെ ചേർന്ന് നശിപ്പിച്ചു. അത് ലോകം ഒരു ഞെട്ടലോടാണെന്ന് കണ്ടത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പിന്നെ ഈ സൊറാവർ ടാങ്ക് ഇത്ര വലിയ പണം ചെലവാക്കി നിർമ്മിച്ചിട്ട് എന്ത് കാര്യമാണ് എന്നൊരു ചോദ്യമുണ്ട്. അതിന് കൃത്യമായ മറുപടി ഈ സൊറാവർ ആന്റി ടാങ്ക്, ആന്റി ഡ്രോൺ സംവിധാനങ്ങളെല്ലാം ഉൾപ്പെടെയുള്ള ഒരു അത്യന്താധുനിക ടാങ്കാണ്. ഈ ടാങ്കില് ഇത് ഉള്ള ഒരു പ്രത്യേകത, ഇതിനോടനുബന്ധിച്ച് തന്നെ നാഗെന്ന ആന്റി ടാങ്ക് മിസൈൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രോൺ പ്രതിരോധ സംവിധാനവും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇങ്ങനെയുള്ള സംവിധാനങ്ങളുള്ള ഒരു ടാങ്കിനെ അത്ര എളുപ്പത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് നശിപ്പിക്കാൻ പറ്റില്ല. നാഗ് എന്നത് ഇന്ത്യ തന്നെ വികസിപ്പിച്ച ആന്റി ടാങ്ക് മിസൈലാണ്. ആ മിസൈൽ ഇത് സാധാരണഗതിയിൽ മറ്റ് പഴയ കാലത്തെ ടാങ്കുകളൊന്നും മിസൈൽ ഉപയോഗിച്ചിട്ടല്ല എതിരാളികളെ ആക്രമിക്കുന്നത്. ടാങ്കിൻ്റെ ഷെല്ലുകൾ എങ്ങനെയാണ് ഒരു പീരങ്കിയിൽ നിന്നും ഷെല്ലുകൾ അത്ര വലിയ ദൂരം പോകുന്ന അല്ലെങ്കിലും 105, ഇതിപ്പോൾ ഒരു ചെറിയ ടാങ്ക് ആയതുകൊണ്ട് 105 മില്ലിമീറ്റർ ഗണ്ണാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ ഈ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലും ഇതിനുണ്ട്. അപ്പോൾ ആധുനിക യുദ്ധതന്ത്രങ്ങൾ എല്ലാം തന്നെ ഇതിൻ്റെ ഒപ്പമുണ്ട്. ഇതിന് മെയിൻ ഗണ്ണുമുണ്ട്, കൊയാക്സിയൽ ഗണ്ണുമുണ്ട്. അതായത് തൊട്ടടുത്ത് വരുന്ന ഡ്രോണുകളാകട്ടെ മറ്റ് ഹെലികോപ്റ്ററുകളാകട്ടെ അതിനെയൊക്കെ 7.62 മില്ലിമീറ്റർ കോയാക്സിയൽ ഗണ്ണെന്ന യന്ത്രത്തോക്ക് ഉപയോഗിച്ച് നശിപ്പിക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. അതുപോലെ ഇതിനോടനുബന്ധിച്ചുള്ള ഒരു വെപ്പൺ സ്റ്റേഷനുണ്ട്. ഈ വെപ്പൺ സ്റ്റേഷനാണ് ഞാനീ പറഞ്ഞ ആകാശത്തിൽ നിന്നും
ഉണ്ടാകാവുന്ന ആക്രമണങ്ങൾ. അത് ഹെലികോപ്റ്ററിൽ നിന്നും വരുന്ന ഒരു ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ആവട്ടെ, അതല്ലെങ്കിൽ ഒരു ഫസ്റ്റ് പേഴ്സൺ FPV ഡ്രോണുകൾ ആകട്ടെ, ഇത് ഏത് അല്ലെങ്കിൽ ഒരു കാമിക്കാസെ ഡ്രോൺ അറ്റാക്ക് ആവട്ടെ, ഈ അറ്റാക്കുകളൊക്കെ പ്രതിരോധിക്കാൻ ഞാൻ ഈ പറഞ്ഞ റിമോട്ട് കൺട്രോൾഡ് വെപ്പൺ സ്റ്റേഷൻ 12.77 മില്ലിമീറ്റർ ഗൺ ഘടിപ്പിച്ച ഈ റിമോട്ട് കൺട്രോൾഡ് വെപ്പൺ സ്റ്റേഷൻ ഉപകരിക്കും. ഇത് ടാങ്കിന്റെ മുകളിൽ ഒരിക്കലും ഗണ്ണർ ഈ പറയുന്ന ഡയറക്റ്റ് അറ്റാക്കിന് വിധേയനാവില്ല. അദ്ദേഹത്തിന് ആവശ്യത്തിനുള്ള സുരക്ഷയുണ്ട്. ഒരിക്കലും ഗണ്ണറെ പുറത്ത് കാണാൻ നമുക്ക് പറ്റില്ല. അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും പഴയ കാലത്തെ ടാങ്കുകൾക്കില്ലായിരുന്നു. അതാണ് അത്തരം ടാങ്കുകൾ, അത് മാനുവലി ഓപ്പറേറ്റഡ് ഗണ്ണായിരുന്നു. അതിൻ്റെതായ പരിമിതികളുണ്ടായിരുന്നു. അത് കാരണം തന്നെ അത്തരം ടാങ്കുകൾ മുകളിൽ നിന്നുള്ള ഒരു അറ്റാക്ക്, അതായത് ഒരു സൂയിസൈഡ് ഡ്രോൺ, ലോയിറ്ററിംഗ് മ്യൂണീഷൻ എന്ന് നമ്മൾ പറയുന്ന ഒരു സൂയിസൈഡ് ഡ്രോണ് മുകളിൽ നിന്ന് വന്ന് കൃത്യമായിട്ട് ഈ ടാങ്കിനെ വട്ടമിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അത് പതിക്കുകയാണ്. അങ്ങനെ ഒരു സ്ഫോടനം വരുമ്പോഴത്തേക്ക് ഈ ടാങ്ക് പൂർണ്ണമായിട്ട് തകർക്കപ്പെടും. ടാങ്കിന്റെ കവചിതമല്ലാത്ത ഭാഗങ്ങൾ കൃത്യമായിട്ട് കണ്ടെത്തിയിട്ടാണ് ഈ ലോയിറ്ററിംഗ് മ്യൂണീഷൻ അവിടേക്കാണ് ഇടിച്ചിറങ്ങുന്നത്. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞ റിമോട്ട് കൺട്രോൾഡ് വെപ്പൺ സ്റ്റേഷൻ ഇത്തരം ഒരു സാഹചര്യത്തെ പ്രതിരോധിക്കാൻ നമ്മളെ സഹായിക്കും. ഈ ഒരു ഇതാണ് ഇതിൻ്റെ ഒരു പ്രസക്തി. സൊറാവർ ടാങ്കിന് 25 ടൺ മാത്രമാണ് ഭാരം. ചൈനയുടെ ലൈറ്റ് ടാങ്കിന് 35 ടൺ ഭാരമുണ്ട്. അപ്പോൾ നിശ്ചയമായിട്ടും ചൈനയുടെ ഇതിനേക്കാൾ ഭാരം കുറഞ്ഞ, എന്നാൽ എജിലിറ്റി മാത്രമല്ല, ചൈനയുടെ ടാങ്കിനുള്ള അതേ വെപ്പൺ സിസ്റ്റം തന്നെ 105 മില്ലിമീറ്റർ മെയിൻ ഗണ്ണാണ് അവരുടേത്. അവരുടെ കോയാക്സിയൽ ഗണ്ണ് 7.62 മില്ലിമീറ്റർ ആണ്. നമ്മൾക്കും ഇതെല്ലാം ഉണ്ട്. നമ്മുടെ ടാങ്കും ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ഘടിപ്പിച്ചതാണ്. അതുപോലെ റിമോട്ട് കൺട്രോൾഡ് വെപ്പൺ സ്റ്റേഷൻ ഉള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ചൈനയുടെ ടാങ്കിനുള്ള അതുപോലുള്ള എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും അല്ലെങ്കിൽ ഒരു പടി മുന്നിലാണ്. ഇത് പിന്നെ ഒരു ഒരു ഡ്രോൺ അറ്റാക്കുമായിട്ട് ഒരു സ്വാമിങ് ഡ്രോൺ ഗ്രൂപ്പുമായിട്ട് സിങ്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് അത് മാത്രമല്ല, ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഇതിനോടനുബന്ധിച്ച് ഒരു ഡ്രോണും കൂടി കാണും. ഈ ഡ്രോൺ ആയിരിക്കും ഈ ടാങ്കിന് സിറ്റുവേഷണൽ അവയർനെസ് എന്ന് പറയുന്ന, അതായത് ആ പ്രദേശത്തിനെ കുറിച്ചുള്ള ഒരു ധാരണ ഈ ഡ്രോണിന് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന ഈ സിറ്റുവേഷണൽ അവയർനെസ്സിന്റെ അടിസ്ഥാനത്തിൽ ഏത് രീതിയിലുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി ഈ റിമോട്ട് കൺട്രോൾഡ് വെപ്പൺ സ്റ്റേഷനിൽ നിന്നുമാണ് ആ പ്രതിരോധം അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആധുനിക കാലഘട്ടത്തിലെ ഭീഷണികൾ, ത്രട്ടുകൾ, അത് ഈ ഡ്രോണിനും ബാധകമാണ്, അല്ല ഈ സൊറാവർ ടാങ്കിനും ബാധകമാണ്. പക്ഷേ അത്തരം ആക്രമണങ്ങളെ ചെറുക്കാനുള്ള സംവിധാനങ്ങൾ ഈ ടാങ്കിനുണ്ട്. മുൻകൂട്ടി ഒരു ഡ്രോൺ അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് മുൻകൂട്ടി മനസ്സിലാക്കുകയും അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ഈ റിമോട്ട് കൺട്രോൾഡ് വെപ്പൺ സ്റ്റേഷനിൽ നിന്നും അതിനെ പ്രതിരോധിക്കാനുള്ള മിസൈലുകളാകട്ടെ, അതല്ലെങ്കിൽ ഈ ഗൺ ഉപയോഗിച്ച് അതിന് നേരെ വെടിയുതിർക്കാനും പറ്റും. 12.7 മില്ലിമീറ്റർ തോക്ക്, അത് റിമോട്ട് കൺട്രോൾഡ് തോക്ക് അവിടെ ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ടാങ്ക് നമുക്ക് നൽകുന്ന അഡ്വാൻറ്റേജ് നമുക്ക് ഈ സൊറാവറിൽ നിന്ന് ലഭിക്കും. ഇത് സത്യത്തില് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്ര വേഗം ഒരു ടാങ്ക് ഡിസൈൻ ചെയ്യുകയും മാത്രമല്ല ഓപ്പറേഷണൽ ട്രയൽ കഴിഞ്ഞിട്ട് യൂസർ ട്രയൽ എന്നുള്ള ഘട്ടത്തിലേക്ക് ഇത്ര വേഗത്തിൽ എത്തുകയും സൈന്യം നിർദ്ദേശിച്ച എല്ലാ കറക്ഷൻസും ഇത്ര വേഗം വരുത്തുകയും ചെയ്ത ഒരു ചരിത്രം ഇതിനു മുമ്പ് ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല. ശരിക്കും നമ്മുടെ അർജുൻ ടാങ്ക് ഒക്കെ 25-30 വർഷം, 20-ലധികം വർഷങ്ങളുടെ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് അത് സൈന്യത്തിന്റെ ഭാഗമായത്. എന്നിട്ട് പോലും അതിന്റെ ഭാരം ഉദ്ദേശിച്ച ഒരു ലെവലിൽ നിർത്താൻ കഴിഞ്ഞില്ല. ഏതാണ്ട് 60 ടണ്ണിലധികം ഭാരം വരാൻ പാടില്ല എന്ന് ചിന്തിച്ച് ഡിസൈൻ ചെയ്ത ആ ടാങ്ക് ഒടുവിൽ 68 ടണ്ണൊക്കെ ഭാരത്തിലേക്ക് എത്തി. പക്ഷെ അത് സമതലങ്ങളിൽ ഉള്ള യുദ്ധത്തിന് തീർച്ചയായിട്ടും അത് പ്രയോജനം ചെയ്യും. പക്ഷെ എങ്കിലും പലപ്പോഴും നമുക്കതിൻ്റെ ആ ഡിസൈനും
ഇനിഷ്യൽ ഗോൾസും വെച്ചിട്ട് പൂർണ്ണമായിട്ട് അതിനോട് നീതി പുലർത്താൻ അതിൻ്റെ മാനുഫാക്ചറർക്ക് കഴിഞ്ഞില്ല. ഇവിടെ ഉണ്ടായ ഒരു ഗുണം, ഈ ടെക്നോളജി DRDO വികസിപ്പിച്ചെടുത്തതാണെങ്കിലും ഇതിൻ്റെ നിർമ്മാണം ഒരു സ്വകാര്യ കമ്പനിയാണ് നടത്തിയത്. അത് ലാർസൻ ആൻഡ് ട്യൂബ്രോ. L&T ഇവിടെ ഗുജറാത്തിലെ പ്ലാന്റിൽ നിന്നാണ് ഇത് നിർമ്മിക്കുന്നത്. ഈ അടുത്ത സമയത്ത് പ്രധാനമന്ത്രി ആ പ്ലാന്റ് സന്ദർശിക്കുകയും ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ പുരോഗതി വിലയിരുത്തുകയും ഒക്കെ ചെയ്തു. ഇപ്പം ആർമിക്ക് ഓൾറെഡി തന്നെ അവർ ഇപ്പോൾ തന്നെ ഇത്തരം ടാങ്കുകളുടെ 3-4 ടാങ്കുകൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് ഈ 5000 മീറ്റർ ഉയരത്തിൽ ലഡാക്കിൽ അതിൻ്റെ പരീക്ഷണ വെടിവെപ്പുകൾ നടന്നു. അതുപോലെ രാജസ്ഥാനിലും നടന്നു. അതായത് ഏത് കാലാവസ്ഥയിലും, രാജസ്ഥാനിലെ മരുഭൂമികളിലും അതുപോലെ തന്നെ ലഡാക്കിലെ ഉയർന്ന പ്രദേശങ്ങളിൽ, അതായത് അവിടെ വായുവിൻ്റെ അളവ് കുറവായിരിക്കും, അവിടുത്തെ തണുപ്പ് കൂടുതലായിരിക്കും. ആ മൈനസ് ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങളിലും അതുപോലെ 45-ന് മുകളിൽ ടെമ്പറേച്ചർ പോകുന്ന സ്ഥലങ്ങളിലും ഒരുപോലെ കൃത്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് വെടിവെക്കാനും അതുപോലെ മൂവ്മെൻറ്റിലും ഒക്കെ ആ അനായാസത നിലനിർത്തുന്ന ഒരു ടാങ്കായിട്ടാണ് ഈ സൊറാവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ സൈന്യവും പൂർണ്ണ തൃപ്തരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യ ഘട്ടം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ ചൈന അതിർത്തിയിൽ വിന്യസിക്കാനായിട്ട് ഏതാണ്ട് 60 ടാങ്കുകളാണ് നിർമ്മിക്കുന്നത്. ഇത് വരും വർഷങ്ങളിൽ ഇതിൻ്റെ ഇത്തരം കൂടുതൽ ടാങ്കുകൾ നിർമ്മിക്കുകയും 350ഓളം സൊറാവർ ടാങ്കുകൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വരും കാലങ്ങളിൽ ഉണ്ടാകുന്ന അപ്ഗ്രേഡ്സ് പൂർണ്ണമായിട്ടും നമുക്ക് തന്നെ സാധിക്കും. കാരണം ഇതിൻ്റെ വിവിധ സോഫ്റ്റ്വെയർ ഒക്കെ തന്നെ ഇന്ത്യയിൽ തന്നെ ഡിസൈൻ ചെയ്തെടുത്താണ് പൂർണ്ണമായിട്ടും. ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ഒരുപാട് ഘടകങ്ങളുള്ളത്. പുറത്തുനിന്ന് ചില ഘടകങ്ങൾ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. തൽക്കാലം എനിക്ക് തോന്നുന്നു എൻജിൻ പുറത്തുള്ള ഒരു ബെൽജിയൻ കമ്പനിയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ത്രസ്റ്റ് ടു വെയിറ്റ് വളരെ ആകർഷണീയമായ രീതിയിലാണ്. അതായത് ഇതിൻ്റെ മൊത്തം ശക്തി ഡിവൈഡഡ് ബൈ വെയിറ്റ്, ഇതാണ് ഒരു ടാങ്കിൻ്റെ ഇഫക്റ്റീവ്നെസ്സിനെ കാണിക്കുന്നത്. അക്കാര്യത്തിൽ ഇത് വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തൽക്കാലം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനി ചൈന ഇന്ത്യ യുദ്ധങ്ങളിൽ തീർച്ചയായിട്ടും ചൈനയുടെ ലൈറ്റ് ടാങ്ക് നമുക്ക് നേരെ അവർ അണിനിരത്തുമ്പോൾ നമുക്ക് വലിയ ഭാരമുള്ള ടാങ്കുകൾ കെട്ടിവലിച്ച് മുകളിൽ കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ സൊറാവർ ടാങ്കുകൾ അനായാസം ഈ പർവ്വതങ്ങളുടെ മുകളിലേക്ക് എത്തും. ഉന്നത യുദ്ധഭൂമികളിൽ ഇത്തരം, അതായത് ഹൈ പ്ലേറ്റോ കളിൽ ഇത്തരം ടാങ്കുകൾ വിന്യസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശത്രുവിന് വളരെ വേഗം ഇന്ത്യയിലേക്ക് ആക്രമിക്കാമെന്നുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഇല്ലാതാകും. കൂടുതൽ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്ന മുറയ്ക്ക് കൂടുതൽ വിശകലനങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.